വെൽക്കം ടു ഡിസ്നിലാൻഡ് ഹോങ്കോങ് വിന്റർ. വിന്റർ എന്താ പറയുന്നത് ഇടക്കിടക്ക്? എനിക്ക് അറിഞ്ഞൂടാ. വെൽക്കം ടു ഡിസ്നിലാൻഡ് ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഹോങ്കോങ് ഡിസ്നിലാൻഡിലേക്ക്. എന്റെ ജീവിതത്തില് 34 വർഷമായി. എനിക്ക് നിങ്ങൾക്ക് 37 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ വരാൻ പറ്റിയില്ല. പക്ഷെ ഈ കുരിപ്പ് 4ാമത്തെ വയസ്സിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഗൈസ്. അപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡിസ്നിലാൻഡ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഡിസ്നിലാൻഡ് കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. എന്റെ മുഖത്തെ സന്തോഷം നിങ്ങൾക്ക് കാണുന്നില്ല. എന്റെ ജീവിതാഭിലാഷമായിരുന്നു പണ്ട് തൊട്ട്. ചേതയുടെ മുഖത്ത് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും വരെ പുള്ളി ഇട്ട് കൊടുത്താൽ നമുക്ക് മിക്കി മൗസിനെ ആക്കി എടുക്കാവുന്നതാണ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും തൊപ്പി വാങ്ങി ഇവിടെ പോലെ. അപ്പോൾ വെൽക്കം ടു ഡിസ്നിലാൻഡ് വ്ളോഗ്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ താമസിക്കുന്ന ഒരു സിംഷാസ്വി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഗംഭീര ലക്ഷൂറിയസ് ടാക്സിയാണ് ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ ടാക്സിയുടെ സ്പീഡിനെക്കാട്ടിൽ വേഗതയിൽ ഓടുന്ന ഒരു മീറ്റർ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. $205 കൊടുത്തു അവിടെ നിന്ന് ഇവിടെ വരെ വരാനായിട്ട്. പക്ഷേ യൂഷ്വൽ ഉബർ എടുക്കുന്നതിന് ലാഭമാണ്. ഉബറിനെക്കാട്ടി ചീപ്പായിട്ട് നമുക്ക് ലോക്കൽ ടാക്സിയിൽ ഇവിടെ വരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബസ്സിൽ വരാൻ പറ്റും, മെട്രോ ട്രെയിനിൽ വരാൻ പറ്റും. ടാക്സി സ്റ്റാൻഡ് ഇതിന്റെ എൻട്രൻസിന്റെ തൊട്ടടുത്താണ്. അതിലും അടുത്താണ് ഈ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡിസ്നിലാൻഡ് മെട്രോ സ്റ്റേഷൻ. ഹോങ്കോങ്ങിൽ എവിടെ നിന്ന് വരികയാണെങ്കിലും 2 ട്രെയിൻ മാറി കയറിയാലും ഇവിടെ എത്താൻ സാധിക്കും. വളരെ സിമ്പിളാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഓക്കെ, അകത്ത് കയറാം, കമോൺ. അപ്പോൾ ആ ഒരു വെൽക്കം ടു ഡിസ്നിലാൻഡ് ആണ്, എന്താ വെൽക്കം ടു ഹോങ്കോങ് ഡിസ്നിലാൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞൊരു ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ എല്ലാവരും. ഋഷി ഉടുപ്പ് കാണിച്ചേ. എന്തോ പൊന്നു, ആരാ ഉടുപ്പേല്? മിക്കി. നമ്മുടെ പെട്ടിങ്ങൾ എടുത്തോണ്ട് വരണമായിരുന്നു അല്ലേ, ചുമ്മാ രസത്തിന്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇവിടെ ശരിക്കും ഒരു ദിവസം കൊണ്ടൊന്നും ഈ സ്ഥലം കണ്ടു തീർക്കാൻ പറ്റില്ല. അത്ര ബിഗ് ആണ്. മിനിമം 2 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് കയറാനായിട്ട് ഏകദേശം ഒരു $7,500 പെർ ഹെഡ് വരും. കുട്ടികളുടെ ടിക്കറ്റിന് ഇച്ചിരി റേറ്റ് കുറവുണ്ട്, അത്രയില്ല. നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിലും ഒരു എത്ര പറയാ 1000 രൂപയും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള ടിക്കറ്റ് കിട്ടും. അതായത് ഒരു ദിവസത്തേക്ക് 7,500 ആണെങ്കിൽ 2 ദിവസത്തേക്ക് 8,500 ഉള്ളൂ. അപ്പം നമ്മളൊരു ദിവസത്തേക്ക് എടുത്തിട്ടുള്ളൂ. കാരണം 2 ദിവസം ഇവിടെ വന്നിട്ട് പോകാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് വന്നാൽ എല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. എവറിത്തിങ് വിൽ ബി എക്സ്പെൻസീവ്. വെള്ളവും സ്നാക്സും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതൊക്കെ അകത്തേക്ക് കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. തൊട്ടന് പിടിച്ചാൽ എല്ലാം പൈസ ആയിരിക്കും. അത് വാങ്ങിക്കണോ? എത്ര 149? 1,500 രൂപ വേണമെങ്കിൽ വാങ്ങിച്ചു. ഒരു കുപ്പി വെള്ളത്തിന് $30. 7-Eleven $5 കിട്ടുന്ന വെള്ളമാണ്. പുറത്ത് $5 കിട്ടുന്ന വെള്ളമാണ്. ഇവിടെ $30. വേണേ വാങ്ങിക്കും. പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതാണ് മിക്കി മൗസ്. ഇതാണ് മിക്കി മൗസ്. നിന്റെ അമ്മേനെ നമ്മൾ മിനി മൗസ് ആക്കിയിരിക്കുകയാണ്. മതിയോ? ഋഷിക്ക് വേണോ അതേപോലെ ഒരെണ്ണം? വേണ്ട. ഞാൻ ഈ സാധനം വാങ്ങിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ ഉണ്ട് നടക്കാൻ. അപ്പൊ ആ നടക്കാനുള്ള ഇതിൽ വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. ഷൂ ഒക്കെ ഇട്ട് വരണം, വാക്കിംഗ് ഷൂ ഒക്കെ ഇട്ട് വരണം. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നില്ലെങ്കിൽ പണി പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് ആരും ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കരുത്, കാരണം എക്സ്പെൻസീവ് ആയിരിക്കും. ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും ടിക്കറ്റ് എടുക്കാം. പിന്നെ ഏറ്റവും റേറ്റ് കുറച്ച് ഡിസ്നിലാൻഡിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലൂക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉപയോഗിച്ചാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്ലൂക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലൂക്ക് വഴി വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കാണുന്നതിൽ റേറ്റ് കുറച്ച് ക്ലൂക്കിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. ആൽക്കഹോൾ ഒന്നും കൊണ്ടുവരരുത്. ഫുഡൊക്കെ കൊണ്ടുവരാം, വേറെ പ്രശ്നമൊന്നുമില്ല. ആൽക്കഹോൾ ഒന്നും കൊണ്ടുവരരുത്, ഡ്രോൺ കൊണ്ടുവരരുത്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്കിനും വീണ്ടും വലിയൊരു ക്യൂ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന സ്ഥലമൊക്കെയാണ്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറുകളെല്ലാം അടച്ചിട്ടിരിക്കുക. കാരണം ഇവിടെ വന്ന് ആരും ടിക്കറ്റ് എടുക്കാറില്ല, എല്ലാം ഓൺലൈൻ എടുത്തിട്ടല്ലേ വരുള്ളൂ, അതല്ലേ ചീപ്പ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്ത് അകത്ത് കയറി വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ട്രെയിൻ കാണാം. ഡിസ്നിലാൻഡിനകത്തെ ട്രെയിനാണ് നമുക്കിവിടെ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എങ്ങനെ എന്താ പരിപാടി എന്നൊക്കെ ഇനിയിപ്പോൾ പോയി നോക്കണം. കയറി വരുമ്പോൾ തന്നെ അവിടെ നമുക്ക് മിക്കി മൗസിന്റെ ആ ഒരു ഫേസിൽ ഒരു ഗാർഡൻ പൂക്കളമൊക്കെ സംഭവമാണ്. അത് കണ്ടോ? ഇവിടുത്തെ വരുമാനമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്രയായിരം ആൾക്കാർ വന്നിട്ട് ഒരു ദിവസം ഇവർക്ക് എത്രയായിരിക്കും വരുമാനം എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഈ ഒരു ചെറിയ കുഞ്ഞു രാജ്യമായ ഹോങ്കോങ്ങിൽ ഒരു ഡിസ്നിലാൻഡ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ത്യയിൽ ഒരു ഡിസ്നിലാൻഡ് വരാത്തത്? ഇത്രയും പൈസ കൊടുത്ത് കയറാൻ ആൾക്കാർ കുറവായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ? എനിക്കറിയില്ല. 20 വർഷമായെന്ന് ഇവിടെ ഡിസ്നിലാൻഡ് തുടങ്ങിയിട്ട്. 20 years ആയി ഇവിടെ ഡിസ്നിലാൻഡ് തുടങ്ങിയിട്ട്. 20 വർഷം. എന്തുവാ അതിനൊക്കെ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ആണോ? കൂടുതൽ ഓവറാക്കണ്ട എക്സൈറ്റ്മെന്റ് കാണിച്ചിട്ട്.
ഈ സത്യം ഞാൻ ടി വിയിലേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ടി വിയിൽ ഇൻ ദ സെൻസ് യൂട്യൂബിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദിസ് ഈസ് റിയലി എക്സൈറ്റിംഗ് ഫോർ മീ. ഇതിനകത്ത് കയറി വരുമ്പോൾ മുതൽ പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കച്ചവടങ്ങളുടെ പരിപാടികളാണ് മൊത്തം. പെയ്ഡ് ലോക്കേഴ്സ് അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു കീപ് സംതിങ് അത് ഇവിടെ ലോക്കർ റൂം ഉണ്ട്. പിന്നെ അകത്ത് ATM ഒക്കെ അവൈലബിൾ ആണ്. ഇതെന്താ സംഭവം? ഡബിൾ ഡെക്കർ ബസ്സാ? എന്തുവാടാ ഇത്? കൊള്ളാമല്ലോ ഈ വണ്ടി, സൂപ്പറാണല്ലോ, നല്ല രസമാണ്. അതൊക്കെ ഒരു പഴയ ഒരു വിൻറ്റേജ് വണ്ടിയുടെ ഷേപ്പ്. ഇനി എല്ലായിടത്തും ക്യൂ നിൽക്കുന്ന പരിപാടികളായിരിക്കും. ദൈവമേ, ഏതാ അങ്ങോട്ട് പോയിക്കേ, തിരക്കണ്ട. ഇവിടെ റെയിൽ റോഡ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, നമുക്ക് അതിൽ കയറാം. ഋഷിയുടെ ഫേവറേറ്റ് ആണല്ലോ ട്രെയിൻ. ഇതാണ് ആ ഒരു ട്രെയിൻ സ്റ്റേഷൻ. നമ്മൾ അതിനകത്ത് കയറി വന്ന് ഇവിടെ ക്യൂ നിൽക്കണം. അതുകൊണ്ട് ഈ കാണുന്ന വഴിയിലൂടെ അവിടെയൊക്കെ ക്യൂ നിന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. സോ ആ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നതും കാത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ദേ ഗൈസ്, അങ്ങനെ അതാ ട്രെയിൻ വന്നിരിക്കുകയാണ്. വാവ്, എന്റെ ദൈവമേ, ഇത് സ്റ്റീം എഞ്ചിൻ പോലത്തെ സാധനമാണ്, കണ്ടില്ലേ നോക്കിയേ. വാവ്, അടിപൊളി. ഇതിങ്ങനെ കണ്ടു പോവാട്ടോ. ഇത് നോക്കിയേ, രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഓരോ ട്രെയിനിന്റെ കോച്ചും ഓരോ സിറ്റിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാല്ലേ, എങ്ങനെയുണ്ട്? ഓ, ട്രെയിൻ ഭ്രാന്തന്മാർ ഇഷ്ടംപോലെ ഉണ്ട് ഇതിനകത്ത്. ഇത് അടിപൊളിയാട്ടോ, ഇത് സംഭവം കൊള്ളാം. നമുക്കിങ്ങനെ നമ്മളിങ്ങനെയാണ് ഇരിക്കുന്നത്, അങ്ങോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാർക്ക് മൊത്തത്തിൽ ഒരു റൗണ്ട് എടുത്തിട്ട് വരും, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വനത്തിൽ നോക്കിയിരിക്കുന്ന പോലത്തെ ശരിക്കും ഒരു റിയൽ ട്രെയിൻ കാണാൻ പറ്റുമോ? ഓക്കെ. ആനയുണ്ട്, ആനയുണ്ട്. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി കുറെ ഫേക്ക് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേരെ പറ്റിക്കില്ല ഫുള്ള്. ആന മാത്രം ഒറിജിനലായിരുന്നു, ബാക്കിയെല്ലാം ഫേക്ക് ആണ്. നോക്കിക്കോണേ, നമ്മളങ്ങനെ ഫാന്റസി ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്തി. അപ്പോൾ ആ സ്റ്റേഷൻ എത്തുമ്പോൾ നമുക്ക് ദൂരെ കാസിൽ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അപ്പൊ ശ്വേത, അതാണോ മിക്കി മൗസിന്റെ വീട്? അങ്ങനെയാണോ അത്? അവിടെ കണ്ടോ, മിക്കി നിന്ന് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നു, മിക്കിയെ കെട്ടിപ്പിടിക്കാം, മിക്കി ഗുമ്മ കൊടുക്കാം, മിക്കിയുടെ ഫോട്ടോ എടുക്കാം. അങ്ങനെ മിക്കി കുറേ നേരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. ഞങ്ങൾ ക്യൂ നിൽക്കാൻ പോയപ്പോഴത്തേക്കും അത് ഫിനിഷായി. ഇനി ഉച്ചയ്ക്ക് 2:30 ഉള്ളൂ എന്ന് പറഞ്ഞു. ഋഷിക്ക് അവിടെ പോകാൻ പറ്റില്ല, അത് മിക്കി റെസ്റ്റ് എടുക്കാൻ പോകാം. ഇനി ഉച്ചയ്ക്കേ വരുള്ളൂ എന്ന് മിക്കി. അത് അവർക്ക് ഫുൾ ടൈം വെക്കാവുന്നതാണ് അല്ലേ അത്, ഈ സംഭവങ്ങളൊക്കെ. അവിടെ നമുക്ക് ഡിസ്നി ലാൻഡ് സിറ്റി ഹാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കാണാം. അതിനകത്ത് കയറാനും ക്യൂ ആണ്, എല്ലാത്തിനകത്തും കയറാൻ ക്യൂ ആണ്. പിന്നെ ഇവിടെ ഡിസ്നി ലാൻഡ് ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ അതിനകത്തും തിരക്കാണ്, എല്ലാത്തിലും തിരക്കാട്ടോ, ഭയങ്കര ക്യൂ ആയിരിക്കും മൊത്തത്തിൽ. ശരിക്കും ഇതൊരു ടൗൺഷിപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പല സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇത് ഡിസ്നി ലാൻഡ് എംപോറിയം, പിന്നെ ഫയർ സ്റ്റേഷനുണ്ട്. അങ്ങനെ കുറേ ഇതിനകത്തൊക്കെ കയറി കാണാം. ഓരോ സാധനത്തിനകത്ത് കയറാം, എല്ലാത്തിലും കയറാം, അതിനകത്തൊക്കെ കയറാം. നല്ല ക്യൂവും തിരക്കും ഉണ്ട്. എവിടെ ആണെങ്കിലും ക്യൂവും തിരക്കും ഇല്ലാണ്ട് പറ്റത്തില്ല. ഇത് ദേ മറ്റേ ടോയ് ഷോപ്പല്ലേ ഡി, ഇത് കാണാൻ തോന്നേട്ടാ, അടിപൊളി. നോക്ക്, ഡിസ്നി ലാൻഡ് എംപോറിയം. ഇതാണ് ചൈനീസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡിസ്നി ലാൻഡ് എംപോറിയം പരിപാടികളാണ്. ഇതിനകത്ത് കടയാണ് കേസ്. നോക്കൂ, ചൈനീസ് ന്യൂ ഇയർ. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വേണ്ടി വരും. ഇവിടെ ഈ പാസ്പോർട്ട് കിട്ടും, 1300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാസ്പോർട്ട് വെച്ചിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യാം. ഏതാ വേണ്ടേ? ഇതാണോ വാങ്ങേണ്ട? നമുക്ക് മിക്കി മൗസിനെ വാങ്ങാം. എല്ലാ സാധനത്തിനും കൊല്ലണ പ്രൈസ് ആട്ടോ. 1000-1500 രൂപയ്ക്കാണ് ഇതിനൊക്കെ ഓരോന്നിന്റെ റേറ്റ്. നല്ല പരിപാടിയാട്ടോ, നല്ല കിടില സംഭവമാണ്. ശരിക്കും ഭയങ്കര ഒരു റവന്യൂ മേക്കിംഗ് ബിസിനസ് ആണ് ഇതൊക്കെ. ഇതിനകത്ത് വേറെ റൈഡും കാര്യങ്ങളൊന്നും ഇല്ല ശ്വേത? ഇത് എവിടെ ഒരു കുന്തം കാണുന്നില്ലല്ലോ. ശരിക്കും ഇത്രയും 1000 ആൾക്കാർ വരുന്ന സ്ഥലമാണ്. എന്ത് ക്ലീനായിട്ടാണ് ഇട്ടിരിക്കുന്നത് നോക്കിയേ. നിലമാണെങ്കിലും എല്ലാ സംഭവങ്ങളാണെങ്കിലും എല്ലായിടത്തും ഡസ്റ്റ്ബിൻ ഉണ്ട്. എവ്രിതിങ് ഈസ് നീറ്റ് ആൻഡ് ക്ലീൻ. ആരും മുറുക്കി തുപ്പിയിട്ടിട്ടില്ല. ഒരു സിഗരറ്റ് കുറ്റി പോലും എവിടെയും കാണാനില്ല. എത്ര വൃത്തിയായിട്ടാണ് ഓരോ സ്ഥലങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ദൈവം, ഇവിടെ കടകൾ മാത്രമേ ഉള്ളൂ ഗൈസ്. വിക്ടോറിയ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തീമിലുള്ള കളക്ഷനിലുള്ള കടകളാണ്. പിള്ളേരൊക്കെ കീറ്റലാണ്. അയ്യോ അത് വാങ്ങിച്ചു തന്നില്ല, ഇത് വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീറ്റലാണ് പിള്ളേരൊക്കെ. എല്ലാ കടകളാണ് ഇതെല്ലാം. എല്ലാം നല്ല കത്തി റേറ്റുമാണ്. ഓ, പിള്ളേരുടെ ഡ്രസ്സൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയല്ലേ. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ക്യൂ കാണാം. ആ ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമെന്നാണ്. ചിപ്പാൻഡേനോ? ചിപ്പാൻഡേയിലോ? അതാരാ ചിപ്പാൻഡേയില്? പോണോ? ആണല്ലേ, സ്ക്വിറൽസ്. അവരോട് വന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് ഇവിടെ നിൽക്കണം കേട്ടോ, ക്യൂ നിൽക്കണം. നീയേ വേണ്ട, ക്യൂ നിൽക്കാൻ എങ്ങനെയാ? യു നീഡ് ടു സ്റ്റാൻഡ് ഇൻ ക്യൂ ഫോർ ദാറ്റ്. ഓക്കെ, നമ്മൾ
ക്യൂ നിന്നിട്ട് വേണം അവരുടെ അടുത്ത് പോകാനായിട്ട്. എവിടെ പോയി ക്യൂ നിന്നാലും ഫിനിഷ് എന്ന് പറയും. എല്ലാ പിന്നെ പരിപാടി ഒന്നും അവിടെ നിന്നപ്പോൾ അവിടെ ഫിനിഷ്, ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഫിനിഷ്, എല്ലായിടത്തും ഫിനിഷ് എന്ന് പറയും. എന്നാൽ പിന്നെ ഉമ്മാരെന്തിനാ നിർത്തുന്നത്? ഉമ്മാർ ഇത്രയും പൈസ വാങ്ങിക്കുന്നതല്ലേ, എന്നാൽ പിന്നെ രണ്ടുപേരെ ഷിഫ്റ്റ് അനുസരിച്ച് മാറ്റി നിർത്തിക്കൂടെ? ആൾക്കാരൊന്നും ഫോട്ടോ എടുക്കത്തില്ല അല്ലേ? പിള്ളേരെ ആണെങ്കിൽ കരയുകയും ചെയ്യും. അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ കരയും. എന്ത് ഋഷി ഇനിയിപ്പോൾ പറ്റില്ല, അവർ ക്ലോസ് ചെയ്തു, നമുക്കിനി പിന്നെ വരാം ബാ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണുന്നത് നമ്മുടെ ആ ഒരു ഡിസ്നി ലാൻഡിൻ്റെ ആ ഒരു വലിയൊരു പാലസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പാലസ് അല്ല, കാസിൽ. ആ കാസിലിന് മുമ്പിൽ നിന്ന് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഫോട്ടോ എടുക്കും. എല്ലാ പിള്ളേരും കരയുന്ന പോലെ എൻ്റെ മോനും കരച്ചിൽ തുടങ്ങി. നല്ല വാശിയാണ്, എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കാസിലിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു പരിപാടിയുണ്ട്. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഡിസ്നി പാർട്ടിയാണ്. ഇവിടെ എല്ലാവരും കൂടെ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ കൊച്ചു പിള്ളേരെക്കാട്ടി കൂടുതൽ വലിയ ആൾക്കാരാണ്. അതെനിക്ക് എത്ര കൊച്ചു പിള്ളേരുണ്ടോ? കൊച്ചു പിള്ളേർ വളരെ കുറവാണ്. ഈ ഒരു പ്രൈമിന് എത്ര കൊച്ചു പിള്ളേരുണ്ട്? കൊച്ചു പിള്ളേരെക്കാട്ടി ഏറ്റവും കൂടുതൽ വലിയ ആൾക്കാരാണ് ഇവിടെ. കഴിഞ്ഞ ദിവസം ഞാനാണ് 2 പിള്ളേരെ കൊണ്ട് നടക്കുന്നത്. ഇന്ന് എന്റെ ഭർത്താവാണ് എന്റെ 2 പിള്ളേരെ കൊണ്ട് നടക്കുന്നത്. Hong Kong, let me hear you. Sophisticated and elevated, giving me got the horse hanging on to dancing all day into the night. ഞങ്ങളങ്ങനെ ആ കാസിലിൻ്റെ ബാക്കിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടിയുള്ളത് അറിയത്തില്ല. അവിടെ നല്ലൊരു ഷോ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ ആ ഷോ. ഒരു ചെറിയൊരു മിക്കി മൗസിൻ്റെയും അതേപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ചേർത്തുള്ള ഒരു പാർട്ടി, അതായിരുന്നു പരിപാടി. പെൺപിള്ളേരുണ്ടെങ്കിൽ, അതായത് കുഞ്ഞു ലേഡികൾക്ക് ഗേൾ ബേബീസ് ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ പോയാൽ അവർ പ്രിൻസസ് ആയിട്ട് ഒരുക്കി തരും. അങ്ങനെ ഉണ്ടോ? വാവ്, അതാണല്ലേ സ്ഥലം. അടിപൊളി. രാജകുമാരനാക്കി ഒരുക്കി തരത്തില്ല? ഇല്ലല്ലേ? അതെന്താടി വിവേചനം? പെണ്ണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? പെണ്ണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, ആമ്പിള്ളേർക്ക് തന്നെ പറ്റത്തില്ലേ? പോവാം ബാ. ഇവിടെ നമുക്ക് സിൻഡ്രല്ല കറൗസലുണ്ട്, മറ്റേ ആ കറങ്ങുന്ന കുതിരയുടെ സാധനം. നമുക്ക് അതിൽ കയറാൻ പോയിട്ട് വാ. ഇവിടെ ഈ ക്യൂ സ്കിപ്പ് ചെയ്യാനായിട്ട് എന്തോ പ്രീമിയം ടിക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതും എല്ലാത്തിനും ഒന്നും പറ്റത്തില്ല. 2-3 റൈഡിനൊക്കെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ മെനി അഡ്വഞ്ചേഴ്സ് ഓഫ് വിന്നി ദ പൂ എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയാണ്. ഓ വാവ്, ദിസ് ഈസ് നൈസ്. ഇത് കൊള്ളാട്ടോ. ഇതിങ്ങനെ കുതിര പൊങ്ങി താന്നും ഇരിക്കും. പക്ഷേ പേടിയൊന്നും അല്ലല്ലോ അല്ലേ? നമുക്ക് അതിൽ കയറാമേ. ഋഷി നാട്ടിക്കിരിക്കേ, അമ്മ അപ്പുറത്തിരിക്കേ. കേറ് ശേലാ, നീ അവിടെ കയറ്. അയ്യോ ഋഷി ദേ പൊങ്ങി. അടിപൊളി. ഇത് കേട്ടാ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഞങ്ങൾ എല്ലാവരും കൊണ്ടിരിക്കുകയാണ്. യെസ്. അങ്ങനെ എവിടെ? സിൻഡ്രല്ലയാണോ ഇത്? സിൻഡ്രല്ല റൈഡാണോ ഇത്? കൊള്ളാല്ലേ? പൊങ്ങിത്താന്നിരിക്കുന്നത്. ഇപ്പൊ ഈ കുട്ടികളെ കാട്ടി ഇവിടെ വലിയ ആൾക്കാരാണ് എൻജോയ് ചെയ്യാൻ വരുന്നത്, കേട്ടില്ലേ? വാവ്, അടിപൊളി. എന്താണ് അവര് പറയുന്നേ? എന്താ അവര് പറയുന്നേ? അറിയത്തില്ല. നല്ല സ്പീഡിൽ പോകുന്ന കുതിരയാ അല്ലേ? വാവ്, ഹൈഡ്രോളിക് സിസ്റ്റം ആണ്. ഇതിങ്ങനെ താന്നും പൊങ്ങി പോകാനുള്ള പരിപാടി. എല്ലാം നല്ല മെയിൻറ്റൈൻഡാ, വെൽ മെയിൻറ്റൈൻഡാ. ഒരു സ്ക്രാച്ച് പോലും ആ കുതിരയിലില്ല, ഒരു സാധനത്തിലും ഇല്ല. ഞങ്ങളിനിയിപ്പോൾ വിന്നി ദ പൂവിൽ കയറാൻ വേണ്ടി പോവാണ്. ഇത് ഭയങ്കര സംഭവമാണ്. ഇവിടുത്തെ ഒരു മോസ്റ്റ് ഫേമസ് സാധനമാണിത്. വൺ ഓഫ് ദ. അത് പ്രീമിയർ ആക്സസ് ഉള്ളവർക്ക് പെട്ടെന്ന് കയറാം, അതുവഴി ക്യൂ ഇല്ലാതെ. നമുക്ക് സാധാരണ ആക്സസ് ആയതുകൊണ്ട് നമ്മൾ ഇതിലൂടെ കയറണം. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. റൈഡാണോ ഇത്? എടാ ഇത് റൈഡാ ഋഷി. കമോൺ.
ഋഷിയാണ് ഡ്രൈവറെ. ശ്വേതാ ഇത് കണ്ടോ, ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഓ അടിപൊളി. ഇതൊക്കെ എന്താ ശ്വേത? ഇതൊക്കെ പിഗ്ലെറ്റോ? എനിക്കൊന്നും അറിയത്തില്ല കഴിച്ചു ഇതെന്താ സംഭവം എന്നുള്ളത്. ശ്വേതയാണ് ഇതിന്റെ കംപ്ലീറ്റ് പരിപാടി. ഇതിനകത്തൂടെ കയറി പോകുമ്പോ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ കാണാം. ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിയാം. ശ്വേതക്ക് ഇതൊക്കെ അറിയാം. ഋഷിക്ക് പോലും അറിയത്തില്ല എന്തൊക്കെ പരിപാടികളാണ്. ഇത് കേട്ടോ, ഓ വാ എന്റെ അമ്മ, ഇതൊക്കെ അനകന്ന്. അടിപൊളിയാണല്ലോ. എന്താ ഇത്? വാ ഹായ്, ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഇത്. അതുണ്ടോ, നല്ല അമേസിങ് എക്സ്പീരിയൻസ്. നമ്മൾ തിരുട്ടത്താ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കോട്ട് എന്തൊക്കെയോ വരുന്നുണ്ട്. ഇതേ വരുന്നു. ഇത് നോക്കി, എന്ത് രസമല്ല കാണാനായിട്ട്. വാവ്, അടിപൊളി. എന്താ ഇത്? എന്റെ അമ്മോ, വാവ്. ഇതാരാ ശരാ? ഇത് കൊള്ളാല്ലേ സാധനം? പൊളിയാണോ സാധനം? ഇത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. ഓ പറക്കും പറക്കും പറക്കും. അയ്യോ മഴ പെയ്യുന്നു ഗൈസ്, മഴ. നമ്മൾ വരുമ്പോഴത്തേക്കിനും വേറെ ഒരു വണ്ടിയും കാണത്തില്ല, നമ്മൾ മാത്രം പോകുന്ന പോലെ ഫീല്. മഴ പെയ്യുന്ന കണ്ടോ, നമ്മൾ വെള്ളത്തിലാ. നമ്മൾ കയറുമ്പോൾ ഒത്തിരി വണ്ടികൾ കാണും, പക്ഷെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. നോക്കി, ഓ ദാറ്റ്സ് നൈസ്. ഓ സൂപ്പർ. ആശ്ചര്യപ്പെട്ട് നോക്കിയിരിക്കും. ശരിക്കും ഇത് കുറച്ചും കൂടെ അവന് അറിയാവുന്നുണ്ടെങ്കിൽ അവൻ എൻജോയ് ചെയ്താനെ. ഇതിപ്പോ അറിയത്തില്ല, എന്നെ പോലെ തന്നെയാണല്ലോ. അവര് ആകെ മിക്ക ദിവസം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമല്ലേ അറിയുള്ളൂ. ശരിക്കും ഇതിനെ പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഇത് നമ്മുടെ ഫോട്ടോ വന്നേക്കുന്നു. സ്കാൻ QR കോഡ് ഫോർ ഫ്രീ ഡിജിറ്റൽ ഫോട്ടോ. അത് കൊള്ളാലോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഇവിടെ ഫുഡിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ട്രോളി എടുക്കണം. ഈ ട്രോളി എടുത്തിട്ട് ഓരോ സ്ഥലത്ത് പോയി നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കണം. അതാണ് പരിപാടി. ഇത് പോർക്കിൻ്റെ എന്തൊരു സാധനമാണ്. പോർക്ക് വിത്ത് റൈസ്, ബ്രോക്കോലി, പിന്നെ ജ്യൂസ്. ഇവരുടെ കിച്ചൺ നോക്കി എന്തൊക്കെ സാധനങ്ങളല്ല റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ഫാസ്റ്റായിട്ട് അവർ പണിയെടുക്കുന്നത് നോക്കി. എത്ര രൂപയുടെ കച്ചവടമായിരിക്കും ഒരു ദിവസം ഇവിടെ നടക്കുന്നത്. ഞാനത് ആലോചിക്കുന്നത് ഫുൾ എല്ലാ സംഭവങ്ങളും. ചിക്കൻ വിങ്സ്, ജാപ്പനീസ് ഡംപ്ലിങ്സ്, ഫ്രഞ്ച് ഫ്രൈസ്. അത്രയുമുള്ള ഫ്രഞ്ച് ഫ്രൈസിന് വരെ $50. നല്ല ഓർഗനൈസ്ഡ് ആണ് പരിപാടികളൊക്കെ. ഭയങ്കര ഫാസ്റ്റായിട്ട് കിട്ടും. എത്ര ഫാസ്റ്റായിട്ടായിരിക്കും അവർ കുക്ക് ചെയ്യുന്നതും സംഭവങ്ങളൊക്കെ. ഓരോരോ കിച്ചൺ ഡിഫറെൻറ്റ് കിച്ചണാണ്. മഷ്റൂം വെജ് ഉണ്ട്. ഒരു മീലിന് 1600-1700 രൂപ വരും ഒരാളുടെ മീലിന്. എല്ലാം ഒരു 150, 160, 200 ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ്. ഫുഡ് വാങ്ങി 3 പേരുടെ ഫുഡ് 5000 രൂപ. കസ്റ്റം മെയ്ഡ് വെജിറ്റേറിയൻ പിസ്സ, പിന്നെ അതെന്തോ വെജിറ്റേറിയൻ സാധനം, ഒരു ഹാഫ് ചിക്കൻ. ഇത്രയും സാധനത്തിനാണ് കേസ് 5000 രൂപ. അത് ഭയങ്കര കൊല്ലല്ല അല്ലേ ചേട്ടാ? ഭയങ്കര കൊല്ലല്ല. അതെ അല്ല, അത് എക്സ്പെക്റ്റഡ് ആണ്. ആ സാധനം എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ വരുന്ന ആൾക്കാരെല്ലാവരും സൂപ്പർ റിച്ച് ആയിരിക്കണം എന്നില്ലല്ലോ. നമ്മൾ പുറത്ത് ഈ സാധനം കഴിക്കണ എത്ര രൂപ ആവും? കൂടിപ്പോൾ ഒരു 2000 രൂപ, 1500 രൂപ ആവും. വേറെ ഡബിൾ അതിൻ്റെ മേള വാങ്ങിയത്. ഋഷിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ തന്ത്രപൂർവ്വം വെജിറ്റേറിയൻ പിസ്സ വാങ്ങിച്ചു. എനിക്കറിയായിരുന്നു അത് ഋഷി കഴിക്കില്ല, അത് ശ്വേത കഴിക്കേണ്ടി വരുമെന്ന്. ശ്വേത വാങ്ങിച്ച ഫുഡ് ഇപ്പോൾ ഋഷി എടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അതെപ്പോഴും അങ്ങനെ ആണല്ലോ. ശ്വേത വാങ്ങിക്കുമ്പോൾ ഋഷി കഴിക്കും, അവർ തമ്മിൽ മാറി മാറി കഴിക്കും. ഗൈസ്, ഇവിടെ പറക്കുന്ന ആനയുണ്ട് കണ്ടോ, നോക്കിയേ. പറക്കുന്ന ആന. അത് ഓരോ ആൾക്ക് വെച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. ഡംബോ എന്നാണ് അതിന്റെ പേര്. ഡംബോ ദ ഫ്ലൈയിങ് എലിഫന്റ്. നമുക്ക് ഫിലാർ മാജിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാം. ഇത് 15 മിനിറ്റ്സ് വെയിറ്റ് ടൈം ഉണ്ട് ഇവിടെ. നമുക്ക് അതിനകത്തേക്ക് കയറാം. ഇതെന്തോ ഒരു ഷോ ആണ്. നമുക്ക് 4D ഗ്ലാസസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4Dയോ 5Dയോ അങ്ങനെ എന്തോ ഒരു ഷോയാ. പോവാം കേട്ടോ. ആക്ച്വലി നമ്മൾ വാങ്ങിയ ഫുഡില്ലേ, അത് 3 എണ്ണം വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ 2 എണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട് അതിന് അല്ലേ. ശരിക്കും 2 എണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നേ. എല്ലാവരുടെയും തലയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും. മിക്ക ആൾക്കാരുടെയും തലയിലുണ്ട്
ഓരോരോരോ സാധനങ്ങൾ. അങ്ങനെ നമ്മൾ ആ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഭയങ്കര സെറ്റപ്പ് ആണുള്ളത്. എന്തിനാ പേടിക്കുന്നേ? ആരും കടിച്ചു കേട്ടോ. ഇത് ഭംഗിയല്ലേ ആ ഒരു ഇത് കാണാൻ വേണ്ടി, ആ കർട്ടൻ കാണാൻ തന്നെ എന്ത് രസമാണ് നോക്ക്. ഇത് തിയേറ്റർ സീറ്റിംഗ് അല്ല, ഇങ്ങനത്തെ സീറ്റിംഗ് ആണ്. എന്താണെന്നറിയില്ല, നോക്കാം എന്തായാലും. പിടിക്ക അയ്യോ, പിടിക്കോ. വാ, സ്ക്രീനൊക്കെ വലുതായി ഗൈസ്, നോക്ക്. അടിപൊളി. ഇതെന്തോ ഇത്? ഓ, ഇടക്കിടക്ക് ഋഷി പേടിക്കുന്നുണ്ട്. ഇത് ഭയങ്കര രസമാട്ടോ, കിട്ടില്ല ഷോ ആട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അയ്യോ, അവസാനം ഇവിടെ നിന്നും വന്നു പുക, മൊത്തത്തിൽ പുകയായിരുന്നു ഗൈസ്. അത് കിടുവായിരുന്നു കേട്ടോ, കിടുന്ന ഷോ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞല്ലോ. ഇഷ്ടപ്പെട്ടോ ഋഷിക്ക്? ഇല്ലേ? ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ജനസാഗരമാണ് ഗൈസ് ഇതിനകത്ത്. അതായത് ഒരു ക്രൗഡ് കൺട്രോൾ പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. മാക്സിമം ആൾക്കാരെ ആക്ച്വലി കുത്തി കയറ്റുകയാണ് എല്ലായിടത്തും, അല്ലേ? മാക്സിമം ആൾക്കാരെ കുത്തി കയറ്റുകയാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒരാഴ്ച അടുപ്പിച്ച് വന്നാലും 2 ദിവസം കൊണ്ട് പോലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാഴ്ച അടുപ്പിച്ച് വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 3 പേരടങ്ങുന്ന ഒരു ഫാമിലി വന്നു പോകണമെങ്കിൽ എത്ര രൂപയാവും, അല്ലേ? അതായത് 7500 15,000 22,000 രൂപ എൻട്രൻസ് തന്നെയായി. പ്ലസ് ഫുഡ് ഒരു 5,000 രൂപ മിനിമം ഒരു നേരത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു 10-30,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി സാധാരണക്കാർക്ക് പറ്റുമോ? എനിക്കറിയില്ല, ഞാൻ ആസ്കിങ്. സാധാരണക്കാർക്ക് പറ്റുമോ? അപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറഞ്ഞ് പോകാനേ പറ്റുള്ളൂ. അത്രേ എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നുള്ളൂ. 2:30 മിക്കി മൗസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് മിക്കി മൗസിനുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഓൾറെഡി ക്യൂ. നോക്കി, എൻ്റെ ദൈവമേ. ഇത് ഈ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പകുതി സമയം ക്യൂ നിന്ന് തീർക്കത്തേ ഉള്ളൂ. മിക്കി മൗസ് എത്തിയിട്ടില്ല, ക്യൂ ഫൈനലായി. അങ്ങനെ മിക്കി വന്നിരിക്കുകയാണ് വലിയൊരു താരപരിവേശത്തോടു കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി. കണ്ട, ഫോട്ടോഗ്രാഫറെ കെട്ടിപ്പിടിച്ചു. ഇനി അവിടെ നിൽക്കും. ഇനി ഈ നിൽക്കുന്ന എനിക്കൊന്നൊരു 150-200 പേരുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവർ. ഞങ്ങളുടെ പുറകിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരായി. ഇവരോട് എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും പുള്ളി. നമ്മളിപ്പോൾ ഒരു 40 മിനിറ്റായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 40 മിനിറ്റ് മിക്കി മൗസിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. എന്തുവാ ചോദിച്ചാ? പോയി മിണ്ടുവല്ലേ? അങ്ങനെ ഏകദേശം 1 മണിക്കൂറാവും. 55 മിനിറ്റായി നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ മിക്കിയുടെ അടുത്തെത്തി ഗൈസ്. അവിടെ പോയിട്ട് ആ മിക്കിനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഫോട്ടോ ആണ്. ഇതിനു വേണ്ടിയാണ് ഇത്രയും സമയം. മിക്കി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും, പോയിട്ട് വേറെ മിക്കി വരും. അങ്ങനെ എന്തോ പരിപാടിയൊക്കെയാണ്. ഇതിപ്പം അതുകൊണ്ടോ അവര് ഇൻസ്റ്റാക്സ് വെച്ചിട്ട്, മറ്റേ ഇൻസ്റ്റാക്സ് ഇതില്ലേ, മറ്റേ ഫോട്ടോ എടുക്കുന്ന സാധനം, അത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്. അത് അങ്കിള് കളിക്കുമല്ലേ? See, she's not scared. You scared? You scared, Rishi? You scared? Okay. Big boy. One more coming. See. ഇത് സിൻഡ്രല്ലേ അല്ലേ? So cute. ഇവിടെ കുറെ സാധനങ്ങളുണ്ടല്ലോ. പുള്ളി ഭയങ്കര എന്റർടൈനർ ആണല്ലോ, ഫോട്ടോഗ്രാഫറാണ്. You scared? മിക്കിനെ കണ്ടുപിടിക്കാനായിട്ട്. ഓ, യാ come on, hi. Yeah, hi. Yeah. No selfie? Okay, thank you. Bye. ഇഷ്ടമായോ മിക്കി? എന്ത് ചെയ്തു മിക്കിനെ? ഉമ്മ കൊടുത്തടി അവൻ. എനിക്ക് മാത്രം ഹഗ് കിട്ടിയില്ല. അത് പെണ്ണാണെന്ന് തോന്നുന്നു അതിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഹഗ് തരാഞ്ഞത്. ഋഷിക്ക് കിട്ടിയല്ലേ ഹഗ്? ഋഷി ഹഗ് ചെയ്തു, ഹൈഫൈ കൊടുത്തു. ഇതിലെ ഇങ്ങോട്ട് വാ. ഫോട്ടോ എവിടാന്നാ പറഞ്ഞേ? എന്തെങ്കിലും ആട്ടാ, നമുക്ക് അത് വാങ്ങിച്ചിട്ട് വരാം. അതായത് നമ്മൾ ഈ ദിവസം മൊത്തം ക്യൂ നിന്ന് മല കയറി ശബരിമല പോയിട്ട് അയ്യപ്പൻ്റെ മുമ്പിൽ നിമിഷ നേരം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരത്തില്ലേ? തിരുപ്പതിയിലൊക്കെ പോകുന്നവർക്കറിയാം. അതേപോലെയാണ് 1 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇവിടുത്തെ അയ്യപ്പനാണ് പുള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വരിക എന്ന് പറയുമ്പം എന്തല്ലേ അവസ്ഥ. 1 മണിക്കൂറാണ് ഗൈസ് അതിന് വേണ്ടി അവിടെ നിന്നത്. 1 മണിക്കൂർ കറക്റ്റ്. ഇത് സ്പേസിന്റെ ഏരിയ ആണ്. കണ്ടോ, സ്പേസ് ഷിപ്പ് കണ്ടോ? നോക്കിയേ,
സ്പേസ് ഷിപ്പ് അതിൽ ഷട്ടിലിൽ കയറി പോകുന്ന ആൾക്കാർ സ്പേസ് ഷട്ടിലാണ് കണ്ട. ഓ ഇത് വേറെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ആ കാണുന്നത്. ആ സ്പേസ് ഷിപ്പിന്റെ അടിയിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഋഷി ഇവിടെ വാ. ഓ ഇത് ശരിക്കും നല്ല അടിപൊളി സാധനം. നോക്കി ഇത് കണ്ടോടാ ഋഷി, വീഡിയോ കണ്ടിട്ടില്ലേ? കണ്ടോ ഇതിനകത്തൂടെയാണ് മറ്റേ തീ വരുന്നത്, റോക്കറ്റിന്റെ. സ്പേസ് ഷിപ്പിന്റെ വീഡിയോ കണ്ടിട്ടില്ലേ ഋഷി? നാസയുടെ വീഡിയോ അപ്പ കാണിച്ചിട്ടില്ലേ? കണ്ടോ ഇതിനകത്തൂടെ തീ വരുന്നത്. ഇതൊരു കടയാണ് കണ്ടില്ലേ? ആ കട പോലും ഇതുപോലെ ഈ ഒരു തീമിലാണ് വെച്ചിരിക്കുന്നത്. അകത്ത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ, ഫുഡ് ഐറ്റം ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇനി ഇവിടെ ഈ ഡിസ്നിലാൻഡ് സിറ്റി ഹാളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടും, ഒരു ബാഡ്ജ് കിട്ടും. ആ ബാഡ്ജ് കളക്ട് ചെയ്യണം പോയിട്ട്, അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഇത് കണ്ടോ, മൈ ഫസ്റ്റ് വിസിറ്റ്. നമ്മുടെ 3 പേരുടെ ഫസ്റ്റ് വിസിറ്റാ അല്ലേ? പിന്നല്ല. ഇവിടെ വരുന്നവർക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമേ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലങ്ങളിലൊന്നും നിന്ന് സമയം കളയരുത്. ആദ്യം കയറി വരുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? പിന്നെ ആദ്യമേ നേരെ അങ്ങ് നടന്ന് അകത്തോട്ടങ്ങ് പോവാ. എന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്കിന് ആദ്യം കാണുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കും. അതാണ് സംഭവം. നേരത്തെ ഞങ്ങൾ ആ മാഗ്നറ്റ് വാങ്ങാനായിട്ട് നിന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്ക് നോക്കിയപ്പോൾ ഇപ്പം അവിടെ ആരും ഇല്ലായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ടുമോറോ ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ടുമോറോ ലാൻഡ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിസ്റ്റിക് സംഭവങ്ങളൊക്കെ കാണിക്കുന്ന എന്തൊക്കെയോ ഒരു സെറ്റപ്പാണ്. ഇത് കണ്ടോ, ടുമോറോ ലാൻഡ്. അവിടെ ഒരു ഗ്ലോബ് പോലത്തെ സാധനം, അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഓ ഇവിടെ മറ്റേ ഇതാണ് വെടിവെപ്പോ അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ എന്തോ സംഭവം? ഇത് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇത് നിനക്കറിയത് എന്താന്ന്? ഓ ഇതൊരു എന്തോ അറിയില്ല ഗൈസ്. നമ്മളിത് ഫ്യൂച്ചറിസ്റ്റിക് സാധനം കണ്ടപ്പോൾ കയറിയതാ. സേഫ് ഗാർഡിങ് ദ വേൾഡ് വിത്ത് സയൻസ്. ഓ ഇതൊക്കെ ഇവരുടെ വെപ്പൺസും സംഭവങ്ങളൊക്കെയാണ്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. തോക്കും ഫ്യൂച്ചറിസ്റ്റിക് ഗ്രനേഡുകളും ബാക്കിയുള്ള സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര സൗണ്ട് എഫക്ട്സ് ആട്ടോ ഇത്. ചൈനീസിലും ഇംഗ്ലീഷിലും എല്ലായിടത്തിലും ഉണ്ട്. ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ കയറി പോകുന്നത്. കണ്ടില്ല നോക്കി, ഇത് കണ്ടോ ചേട്ടാ താഴെ? ഇതും മറ്റേ ഇതാണ് ട്രെഡ്മില് പോലത്തെ ആ സാധനമാണ് കണ്ടോ. ഇതിൽ കയറി നമ്മൾ പോകണം, എന്നിട്ട് വെടി വെക്കണം, അങ്ങനത്തെ പരിപാടിയാണ് കണ്ടില്ലേ. കേട്ടാ പേടിക്കണ്ടടാ കേട്ടോ. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ വെടിവെക്കാൻ പോവല്ലേ. ഇതെങ്ങനെ എടുക്കുന്നേ? ഇതാണ് പരിപാടി. ഇതാണ് നമ്മുടെ തോക്ക്. ഫ്യൂച്ചറിസ്റ്റിക് സാധനം. ഇതിൽ ആരെ വെടിവെക്കാൻ നോക്കാം. എന്താ പരിപാടി നോക്കാം. എന്തൊക്കെയാ പരിപാടികളൊക്കെ ഉണ്ട്. പോയിന്റ്സ് കിട്ടുമല്ലേ നമുക്ക്? നമ്മളെവിടാ വെടിവെക്കേണ്ട ചെയ്താ? സ്ക്രീനിലാണോ? ഓക്കെ ഗൈസ്, ഞാൻ കളിക്കട്ടെ. എനിക്കിത് വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല, ഞാനിത് കളിക്കട്ടെ. ഞാൻ 2,86,000 പോയിന്റ്, ചേത 2 ലക്ഷം പോയിന്റ്. അടിപൊളി. ഇതൊരു ഗംഭീര സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഋഷി ഇവിടെ ഇരുന്ന് കരച്ചിലായിരുന്നു. ഋഷിക്ക് പറ്റിയില്ലായിരുന്നു. അയ്യ കരയല്ലേ പേടിക്കാതെ നമ്മൾ വെടിവെച്ച് കളിച്ചല്ലേ. ഇത് നമ്മൾ എൻജോയ് ചെയ്തു, പക്ഷേ ഋഷി ഡിഡ് നോട്ട് എൻജോയ്. ഇറ്റ്സ് ഓക്കെ സാരമില്ല കേട്ടോ. കരയണ്ട. ഇതെന്താ ഇത്? സ്പൈഡർമാന്റെ മാസ്ക് ആണോ? വാവ്. ഹൾക്ക് ആൾക്കിനെ കണ്ട് പേടിച്ചോളാം നീ. എന്താണെന്നറിയില്ലായിരുന്നു, പക്ഷെ നല്ല വെടിവെപ്പായിരുന്നു. ഞങ്ങൾ വെടിവെച്ച് കുറെ പോയിന്റ്സ് ഉണ്ടാക്കി. ഋഷിയാണ് ഇരുന്ന് കരച്ചിലുമായിരുന്നു. ഇനി നമുക്ക് അയൺമാൻ എക്സ്പീരിയൻസിൽ പോവാം. ഋഷിക്ക് അറിയോ അയൺമാൻ ആരാന്നറിയോ? നമുക്ക് പോയി കണ്ടിട്ട് വരാം. മീറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ സ്പേസ് ഷിപ്പിൽ കയറാൻ പോവാ. അയൺമാൻ. ഇവിടെ ഋഷി ഭയങ്കര കരച്ചിലാണ്, പേടിയായി അവൻ അതിൽ കയറിയിട്ട്. അതാണ് സംഭവം പറ്റിപ്പോയത്. ഡോണ്ട് ക്രൈ, ഓക്കെ? ഇറ്റ്സ് ഗുഡ്. നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. No, this is not scary. Okay, don't cry. അയൺമാനെ കാണണ്ടേ? കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇത് കണ്ടു, ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ? ഇത് അയൺമാൻ്റെ മറ്റേ സ്റ്റാർക്ക് ഇതാണ്, മറ്റേ ഡ്രോണാണ്, അങ്ങനത്തെ സാധനങ്ങളാണ്. ഫ്ലൈയിങ് പാസഞ്ചർ വെഹിക്കിൾ, ഇതൊക്കെ പറക്കുന്ന സെറ്റപ്പാണ് ഇതിനകത്ത്. അങ്ങനെ നമ്മൾ അയൺമാൻ സിമുലേറ്ററിനകത്ത് കയറാൻ പോവാണ്. ഇത് നമ്മൾ മറ്റേ നാസയിൽ പോയപ്പോൾ നമ്മൾ സ്പേസ് ഷിപ്പ് സിമുലേറ്ററിൽ കയറിയില്ലേ, അതേപോലത്തെ സെയിം സംഭവമാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അതിനകത്ത് കൃത്യമായിട്ട് കയറ്റുന്നുണ്ട്. അകത്ത് കയറി നമ്മൾ ഇരുന്നാൽ മതി. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറക്കും. പേടിക്കണ്ട കേട്ടോ, നമുക്ക് പോവാം. ഗ്ലാസ് വെച്ചാലേ കാണുള്ളൂ കേട്ടോ. ഗ്ലാസ് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ട്രെയിനിൽ കയറും. യു ഷുഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഫ്രീ ഫ്രം ഹൈ ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് സ്കെയറി. ഓക്കെ, ഡോണ്ട് സ്കെയർ. ഓക്കെ, ശേല കയറിക്കോ. ഞാൻ ഋഷിനെ എഴുതിയിട്ടുണ്ട് അകത്തിരിക്കാം. യെസ്, ഓക്കെ, യെസ്. ഇതാണ് സംഭവം അല്ലേ. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറിയിരുന്നു. നമ്മൾ എന്നിട്ട് പറക്കാൻ പോവാണ്. റെഡി?
പേടിക്കണ്ട കേട്ടോ, ഇത് പേടിക്കുന്ന സാധനമൊന്നുമല്ല, ഇത് വെടിവെപ്പൊന്നുമില്ല കേട്ടോ. 港是但大樓修復擋風玻璃，啟動燃反應能源器。 Stand by. The launch door has malfunctioned. 唔好意思。 നമ്മളങ്ങനെ ഹോങ്കോങ്ങിന്റെ മുകളിലൂടെ പറക്കുകയാണ് സുഹൃത്തുക്കളെ.反應能源器呢個燃反應能源器可以 കഴിഞ്ഞല്ലോ. ഇത് ഈ ഫ്യൂച്ചറിസ്റ്റിക് സംഭവങ്ങളൊക്കെ ആണല്ലോ കുറച്ചും കൂടെ വലിയ കുട്ടികളെ എൻജോയ് ചെയ്യുള്ളൂ. എൻ്റെ മോൻ ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു, വെടിവെപ്പും സംഭവങ്ങളൊക്കെ. ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ടെററായിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും സോഫ്റ്റ് കോർണറുള്ള ആളാണ്. ശേതാ പൈസ കൊടുത്ത് വന്നിട്ട് ആൾക്കാർ ബെഞ്ചിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടോ? ഫുൾ ഡേ നടന്ന് ക്ഷീണിച്ച് കാണും, കഷ്ടമുണ്ട്. അത് ഇരുന്ന് ഉറങ്ങുന്നുണ്ടോ? അവർ ഭയങ്കര രസമായിരുന്നു. കണ്ണാടി വെച്ചിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് വായും പൊളിച്ചിരുന്ന് ഉറങ്ങുക ഗൈസ്. സോ ക്യൂട്ട് അല്ലേ കാണാനായിട്ട്. ഇവിടെ ഇറ്റ്സ് എ സ്മോൾ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു സംഭവം ഉണ്ട്, എന്താ പോയി നോക്കിട്ട് വരാം. എന്താ വെച്ചാൽ ഇറ്റ്സ് എ സ്മോൾ വേൾഡ് പോയി നോക്കാം പാ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അതില്ല, അത് ഇന്ന് ഓപ്പൺ അല്ല. പല സംഭവങ്ങളും ഓപ്പൺ അല്ല അല്ലേ, റീഫർബിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത്. ഇതുപോലത്തെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം വിൽക്കുന്നതും പോപ്കോൺ വിൽക്കുന്നതും പിന്നെ മിഠായി കൊടുക്കുന്നതും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സ്നോ മൗണ്ടൻ്റെ സ്ഥലത്താണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഷോ ഉണ്ട്. ഈ ഷോ ഒക്കെ ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടടി. മറ്റേ സാധനമൊക്കെ ഉണ്ട്. ശ്വേത നീ കണ്ടോ? അത് പക്ഷെ ഭയങ്കര സ്പീഡല്ലേ അത്? എത്ര 50 മിനിറ്റ്സോ അത് കയറാനോ? അത് കണ്ടോ ആ മലയുടെ മേളിൽ കൂടെ മറ്റേ ഈ സാധനമുണ്ട്. 50 മിനിറ്റ് വെയിറ്റ് ടൈം ഉണ്ട് അതിന്. അടിപൊളി. ഇതേ ഒരു തവണ വന്ന് എല്ലാം നോക്കി വെച്ച് അടുത്ത തവണ വന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് വന്ന് കയറണം. ഇവരുടെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെ ടൈമിംഗ് ഒക്കെ കിട്ടും. അല്ലേ പിന്നെ കാശ് കൊടുത്തിട്ട് മറ്റേ പ്രീമിയം ടിക്കറ്റ് എടുത്തിട്ട് സ്കിപ്പ് ദ ക്യൂ ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും കയറാൻ പറ്റും. അതൊക്കെയാണ് പല സംഭവങ്ങളും. ഇനി പറഞ്ഞാൽ ഒരു വലിയൊരു ടൗൺഷിപ്പ് പോലെ തന്നെ വലിയ ക്രൗഡാണ്. ഹോങ്കോങ് നഗരത്തിലേക്കാട്ടി തിരക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പല സ്ഥലത്തും. നോർത്തേൺ ഡിലൈറ്റ്സ്, പിന്നെ ഡെയിലി പ്രസ്, ഗോൾഡ്, ഇതെന്താ സംഭവം ഇവിടെ? ഇത് ഫ്രോസൺ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു തീമായിട്ട് ചെയ്ത ഒരു തീം പാർക്കാണ്. ഓ ഇതിനകത്ത് കൂടുതൽ ഷോ ആണ് ഇവിടെ. ഇവിടെ ഷോ ആണ്, പക്ഷെ അത് റൈഡ് ആണ്, അത് അടിപൊളിയായിരുന്നേനെ. പക്ഷെ 50 റിസീവ് പേടിക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇവിടെ സ്ട്രോളർ കൊണ്ടുവരാം, സ്ട്രോളർ ഇവിടെ റെന്റിന് കിട്ടും. പല സ്ഥലത്തും നമ്മൾ റൈഡിലൊക്കെ കയറുമ്പോൾ സ്ട്രോളർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ ഫ്രോസൺ എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പരിപാടിയുണ്ട്. അത് 40 മിനിറ്റ് വെയിറ്റിംഗ് ആണ്. എല്ലാം അത്രയും സമയം വെയിറ്റിംഗ് ആണ്. അവിടെ ഒരു മല, അതിൻ്റെ മേളിൽ സ്നോ ഒക്കെ വീണെടുക്കുന്ന പോലെ ചെയ്തിരിക്കുന്നുണ്ടാ. ഓരോ റൈഡിലും 30 മിനിറ്റ്സ് to 1 hour ആണ് വെയിറ്റിംഗ് ടൈം ഓരോ റൈഡിലും. ഞാൻ വന്നിരിക്കുന്ന ഒരു വീക്ക് ഡേ ആണ്, വീക്കെൻഡ് പോലും അല്ലേ. വീക്കെൻഡ്സ് ആണെങ്കിൽ എൻട്രി ഫീയും കൂടുതലാണ്, റേറ്റും കൂടുതലാണ്. ടൈമിങ്ങും കൂടുതലാണ്, തിരക്കും കൂടുതലായിരിക്കും. ആ പറക്കുന്ന ആനയെ കാരണം ഋഷിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൻ്റെ മുമ്പിലത്തെ തിരക്ക് കണ്ടോ നോക്കി. 40 മിനിറ്റ് ഈ പോയിന്റിൽ നിന്നാണ് 40 മിനിറ്റ് വെയിറ്റിംഗ് ടൈം. അപ്പോൾ ഇത് മൊത്തം കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം 1 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. ഒരു 500 ആൾക്കാർ ഇവിടെ ക്യൂ നിൽപ്പുണ്ടാവും. അങ്ങനെ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ക്യൂ നിൽക്കാനായിട്ട് ഞങ്ങളും വില്ലിങ് ആയിട്ട് പോയി നിൽക്കുകയാണ്. അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ബിക്കോസ് ഋഷി വാണ്ട്സ് ടു ഗോ, അവന് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 1/2 മണിക്കൂറായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇനി ഒരു 1 മണിക്കൂറും കൂടി മിക്കവാറും ഇവിടെ നിന്ന് എടുക്കും. ഇതിങ്ങനെ പോയി തിരിച്ച് വന്നിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് വീണ്ടും തിരിച്ച് വരണം. ഇത്രയും കടന്നു പോകാൻ ഞങ്ങൾ 1/2 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇതിനി ശേല മിക്കവാറും 1 മണിക്കൂർ മിനിമം പോസ്റ്റ് ആയിരിക്കും ഇവിടെ. യെസ്, ഇപ്പോൾ സമയം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വാച്ചിൽ 2:30. അങ്ങനെ ഞങ്ങൾ പറക്കും ആനയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. പറക്കുന്ന ആന നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തി കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ട് പോയി. ഒരു ബോർഡിംഗ് പാസ് ഒക്കെ തന്നിട്ടുണ്ട്. കാരണം ഇത് തിരിച്ചു കൊടുക്കണം. കാരണം അതിൽ ആൾക്കാർ രണ്ടാമതിരിക്കുമോ എന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയായിരിക്കും മേ ബി, എന്താണെന്നറിയില്ല. ബോർഡിംഗ് പാസ് വന്നു. ഫ്ലൈയിങ് എലിഫൻറ്റ്, ഡംബോ. അങ്ങനെ ഡംബോയിൽ കയറാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര സംഭവം ഇത്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, 1 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് 1 മിനിറ്റ് കഷ്ടേ ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടിയാണ് 1 മണിക്കൂർ നമ്മളിവിടെ ക്യൂ നിൽക്കുന്നത്. 1 മിനിറ്റിലത്തെ ഇതിന് വേണ്ടി. ഇതുകൊണ്ടില്ല, ഇവിടെയൊക്കെ വെള്ളമാണ്. കൃഷി ഒറ്റയ്ക്കാണോ? അല്ല, ഓക്കെ. അപ്പൊ നമ്മൾ ആ പറക്കുന്ന ആനയിൽ കയറാൻ പോവാണ്.
സീറ്റ് ബെൽറ്റ് ഇട. എങ്ങനെ ഇടുന്ന സീറ്റ് ബെൽറ്റ്? ആ ഇട. മുറുക്കിട്ടോ. റെഡി? വാ, ഇത് കണ്ടോ? ഇത് നമ്മൾ എന്തിനാ വെച്ചിരിക്കുന്നേ? എടാ നമ്മള് പൊങ്ങി ശ്വേതാ, ഞങ്ങള് പൊങ്ങി. ഓ ഇത് കണ്ടോ? അപ്പൊ പൊക്കി കണ്ടോ? ഞങ്ങള് പൊക്കിയല്ലോ. ഓ എനിക്ക് പേടിയാവുന്നു ഗൈസ്. നമ്മള് താന്നേ. പക്ഷേ പേടിയില്ല. ഋഷി താക്കാൻ പൊക്കൊക്കെ ചെയ്തോ കേട്ടോ. ആ ഇത് പൊക്കി കഴിഞ്ഞാൽ അത് പൊങ്ങുവേ. ഓ അടിപൊളി സംഭവം കൊള്ളാട്ടോ. അത് ഋഷിയാണ് ഇപ്പൊ കൺട്രോൾ ചെയ്തത്. എടാ താക്കടാ, പൊക്കി വെച്ചിരിക്കുക. അതൊക്കെ ചേട്ടാ, ഹലോ, ദേ ഋഷി താത്തിയല്ലോ. താക്ക് ഇത് നമ്മൾ താത്തിയിട്ട് പൊങ്ങാം. താത്തിയല്ലോ. ശ്വേത അങ്ങ് മേള. ശ്വേതയുടെ ആ വാവ്. അതിന് പൊക്കിക്കോ. ഇത് കൊള്ളാട്ടോ സംഭവം. ശ്വേത താക്ക്. അമ്മ താക്കമ്മ. ഹലോ, കഴിഞ്ഞ് എല്ലാരും പൊങ്ങി. ഇനിയിപ്പോ എല്ലാരും താഴെ കഴിഞ്ഞ സമയം കഴിഞ്ഞു. ഡിം പരിപാടി തീർന്നു. ഇനി കയറണമെങ്കിൽ ഇനിയും പോയി ക്യൂ നിൽക്കണം കേട്ടോ. കണ്ടോ എല്ലാരും താഴ്ന്ന കണ്ടോ. അടിപൊളി. ഇനി അത് വിട്ടോ, അത് പൊങ്ങൂല, അത് അതാവൂല. എങ്ങനെയുണ്ട് പറക്കുന്ന ആന? ഡംബോ ഇഷ്ടപ്പെട്ടാ? ആ ഊരിക്കോ. വെള്ളത്തിൽ കൈയിടാനാന്ന് പറഞ്ഞോണ്ട് പോയേക്കുവാ. അപ്പൊ വീണാൻ അതിനകത്തോട്ട്. വൈകിട്ട് ആയപ്പോഴത്തേക്കിനും ലൈറ്റൊക്കെ വന്നു തുടങ്ങി പല സാധനങ്ങൾക്കും. സമയം ഇപ്പോൾ വൈകിട്ട് 6 മണിയായി ഗൈസ്. ഞങ്ങൾ 2:30 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എൻ്റെ വാച്ചിൽ കാണിച്ചത് ഇന്ത്യൻ ടൈമാണ്. അതാണ് സംഭവം. സോ ഇറ്റ് വാസ് ഫൺ. നല്ലൊരു ദിവസമായിരുന്നു അല്ലേ. മതിയായി ഞങ്ങൾക്ക്. ക്യൂ നിന്ന് മതിയായി. ഡിസ്നി ലാൻഡ് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. 2 ദിവസം വന്നാലും കണ്ടു തീർക്കാൻ പറ്റില്ല. നിങ്ങൾ വരികയാണെങ്കിൽ 2 ദിവസം കൊണ്ടുവരിക. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും റെഡി ടു ഈറ്റ് ഫുഡോ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. സ്നാക്സ് ഒക്കെ കൊണ്ടുവരാം. ബിസ്ക്കറ്റ്സ്, പിന്നെ എന്തെങ്കിലും വെള്ളം കൊണ്ടുവരാം, ഡ്രിങ്ക്സ് കൊണ്ടുവരാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ഇവിടെ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഇതിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുവരാമെന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് വരുന്ന ആൾക്കാർ ദേ വിൽ ഹാവ് ഫുഡ് ഫ്രം ഹിയർ. അല്ലാണ്ട് വേറെ ചെയ്യാറില്ല. ആക്ച്വലി രാത്രി 8:30 വരെ ഇവിടെ സമയമുണ്ട് അല്ലേ. 8:30 വരെ നമുക്ക് ഇവിടെ നിൽക്കാം. വൈകുന്നേരങ്ങളിലെ ഷോ ഒക്കെ കാണാം. ഇപ്പം പലരും തിരിച്ച് മടങ്ങുന്നൊരു നേരമായി. വാ, ഇത് കണ്ടോ നോക്കി. ഇപ്പം രാത്രി ആകുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനിയുണ്ട് ഇവിടെ അഡ്വഞ്ചർ ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആക്ച്വലി അതൊന്നും കണ്ടില്ല. നമുക്ക് വെറുതെ നടന്നിട്ട് നോക്കിയിട്ട് വരാം. അത് തീയൊക്കെ കത്തുന്നത് രാത്രി ആയപ്പോൾ നോക്കി. ഇതാണ് ജംഗിൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇവിടെ ഇപ്പം എന്തോ പരിപാടിയുണ്ട്. ബാ നമുക്ക് നടന്നിട്ട് വരാം. വാ, ഇനി ഷോ കാണാൻ സമയം കളയണ്ട. നമുക്ക് നടന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നടന്ന് നോക്കിയിട്ട് പോകാം. ഇവിടെ റിവർ ക്രൂസ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. അതിനകത്താണ് ഒടുക്കത്തെ വെയിറ്റിംഗ് ടൈം. ഇത് മൊത്തം ഇങ്ങേ അറ്റം പോലെ അങ്ങേ അറ്റം വരെ അത് മൊത്തം ക്യൂ ആണ്. ഇതാണോ റിവർ ക്രൂസ്? ഇതാണെന്ന് തോന്നുന്നു. കേട്ടോ, ഇതാണ് ബോട്ട്. കുറേ ബോട്ടുകളുണ്ട് ഇവിടെ. നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഇംഗ്ലീഷ് ആൻഡ് ചൈനീസ് 2 ലാംഗ്വേജിൽ ബോട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിൽ ക്യൂ കുറവാണെന്ന് തോന്നുന്നു. ചൈനീസിൽ ഭയങ്കര വലിയ ക്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ പെട്ടെന്ന് കയറി പോകാം. ഈ ചൈനക്കാർക്ക് മെജോറിറ്റി ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് നമുക്ക് വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ. എങ്ങനെ പരിപാടി അറിയില്ല. എന്തായാലും സംഭവം നോക്കി, ഇത് ഭയങ്കര ഫേമസ് ആട്ടോ ഈ സാധനം. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ബ്ലം. ഇതിനകത്ത് കുറെ പേരെ കൂടെ കയറ്റാ ശരിക്കും. പക്ഷേ അവർ ഫുൾ നിറച്ചല്ല കൊണ്ടുപോകുന്നത്. നീ വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഈ ബോട്ട് ഓടിക്കുന്ന ആരെവിടെ നിന്നാ? അവരല്ല ഓടിക്കുന്നത്. അവരാണ് ഓടിക്കുന്നത്. അവര് തന്നെ ഗൈഡ്. അടിപൊളി, കൊള്ളാം. ക്രൊക്കഡൈൽ ഉണ്ട് അവിടെ. ക്രൊക്കഡൈൽ കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് ആനയാണ്. ഞാൻ പറഞ്ഞില്ല ഡ്യൂപ്ലിക്കേറ്റ് ആനയാണെന്ന്. നമ്മൾ ട്രെയിനിൽ പോകുമ്പോ ആനനെ കാണുമല്ലോ. എല്ലാം പറ്റിയിട്ടാണ് ഗൈസ്. ഫേക്ക് ആന, ഡ്യൂപ്ലിക്കേറ്റ് ആന. എന്തൊക്കെ പരിപാടിയാണ്. എന്റെ അമ്മു, എന്താ ഇത്? സ്പൈഡർ, പാമ്പ് എല്ലാം ഉണ്ട് കേട്ടോ. സ്കേറി ആണേ. ഇത് അവരോടിക്കുന്ന ബോട്ടല്ല. ഇത് വേറെന്തോ സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തോ പോകുന്ന പരിപാടിയാണ്. ക്രോക്കഡൈൽസ്. പക്ഷെ അതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ. എല്ലാം ഫേക്കാ, ഒന്നും ഒറിജിനൽ അല്ല. അവിടെ നോക്കിയേ.
ഭയങ്കര ഒറിജിനാലിറ്റി ഫീലൊക്കെയാ. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്, മനസ്സിലായോ? ഈ ബോട്ട് വരുമ്പോഴാണ് അത് സെൻസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ഇതിന്റെ അനക്കമൊക്കെ അനങ്ങുന്നത്. പുള്ളിക്കാരി അത് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ഈ ഒരു ടെക്നോളജി എന്താണെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ട്രൈബൽസ് അല്ലേ? ട്രൈബൽ കണ്ടോ? അത് അവർക്ക് ഇങ്ങനെ ഒന്നും ഓടിക്കാൻ പറ്റില്ല. കണ്ടോ? ഇത് കണ്ടോ, ഇവിടെ ഒരു ബേബി എലിഫന്റ് ഉണ്ട്. എന്റെ ബലമായ സംശയം ഇത് വെള്ളത്തിനിടയിൽ കൂടെ റെയിൽ ഇട്ടിട്ട് ആ റെയിലിന്റെ മേളിൽ കൂടെയാണ് ഈ വണ്ടി ഓടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ ബോട്ട് ഓടുന്നത്, ഇല്ലെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വാവ്, ബേബി എലിഫന്റിനെ കണ്ടോ? കണ്ടോ? അത് ശരിക്കും അത് ബോട്ടല്ല, 100% അത് ബോട്ടല്ല. ഞാൻ അവരോട് ചോദിച്ചു, പക്ഷെ അവർ പറഞ്ഞില്ല. അത് വേറെ ഏതോ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരാൾക്ക് ആ ബോട്ട് ഓടിച്ചതുപോലെ ഓടിക്കാൻ പറ്റില്ല. 100% ഷുവറാണ്, അങ്ങനെ പറ്റില്ല. കാരണം അത് നമ്മളൊരു കാർ ഓടിക്കുന്ന പോലെ ആ ഒരു ലാഘവത്തിലാണ് അത് പോയി വന്നത്. അത് അവർ എനിക്ക് മനസ്സിലായെന്ന് അറിയോ, ആ ബോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ അവർ തിരിഞ്ഞു നിന്ന് നമ്മളോട് സംസാരിച്ചു. അവർ കൈയൊക്കെ വിട്ടിട്ട്. അത് ഓട്ടോമേറ്റഡ് ആണത് 100%. രാത്രി ആയപ്പോഴത്തേക്കിന് ഇനി ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പരിപാടിയൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ആൾക്കാരൊക്കെ ഇപ്പോഴേ സീറ്റൊക്കെ പിടിച്ചു തുടങ്ങി. 8:30 മണി വരെ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. 8:30ക്കാണ് ഇവിടുത്തെ എക്സിറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും പോകാൻ തീരുമാനിച്ചു, കാരണം ഒരു ദിവസം കഴിഞ്ഞ്. ഓ വാവ്, ഇപ്പം രാത്രി ആയപ്പോഴത്തേക്കിനും ലൈറ്റപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെ. അതാണ് സംഭവം. അതായത് ശരിക്കും വരിക, വന്നിട്ട് പകലും രാത്രിയൊക്കെ ഈ സംഭവങ്ങളൊക്കെ കാണുക. ഇതൊരു വേറെ ലെവൽ സ്ഥലം. ഈ മൊത്തം കടകളാണ്, സ്വീറ്റ് ഷോപ്പ്, പിന്നെ ടോയ് ഷോപ്പ്, അതായത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. മക്വീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കാറോ ഏതാണ് സംഭവമൊക്കെ ഉണ്ട്. മക്വീൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് ടോയ് ഷോപ്പിൽ കയറിയേക്കുവാണേ. മക്വീൻ്റെ ബാഗൊക്കെ കണ്ടുപിടിച്ചു. എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളൊക്കെ കണ്ടുപിടിക്കുന്നത്. മക്വീനൊക്കെ എന്തെന്ന് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മക്വീൻ എന്താണെന്ന്. കിട്ടി കേസ്, മക്വീനെ കിട്ടി കേസ്. മക്വീൻ, ഓ അതേ പോകുന്നുണ്ടോ മക്വീൻ? ആ ചെറുതൊന്നും അല്ല, വലുത് മതി എന്നാണ് പറയുന്നത്. നോക്ക്, വലുത് തപ്പിയെടുക്കുന്നത്. എത്ര ശേതായിനെ? നല്ല വിലയായിരിക്കും, വലുതല്ലേ? 569 രൂപ. അടിപൊളി എന്ന് പറയുമ്പോഴത്തേക്കിന് 6000 രൂപയായി. നൈസ്, വെരി ഗുഡ്. താങ്ക് യു അപ്പ. പറ, പൈസ കൊടുക്കണ്ടേ? കൊടുത്തോ, ചെല്ലേ. പൈസ കൊടുക്കൊണ്ടോയിട്ട്. ആ, എന്തൊക്കെ പരിപാടികളല്ലേ ഈ ഒരു കടയിൽ തന്നെ. ഇവർക്ക് എത്ര രൂപയുടെ സെയിൽ ഉണ്ടാവും? ഒരു കവറിന് $25 ഇവർ ചാർജ് ചെയ്യുന്നത്, ഒരു കവറിന്. ഋഷി ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഇഷ്ടപ്പെട്ടോ? എവിടെ ഇഷ്ടപ്പെട്ടു? എന്താ ചോയ്സ് ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഹാപ്പി ആയി. ഇഫ് യു പ്ലാൻ ടു ഓൺ റിട്ടേണിംഗ് ടുഡേ യു മസ്റ്റ് റിട്ടേൺ യുവർ ടിക്കറ്റ് ആൻഡ് ഹാവ് യുവർ ഹാൻഡ് സ്റ്റാമ്പ്ഡ് ഹിയർ. തിരിച്ചിറങ്ങുവാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു ഫൗണ്ടൻ നോക്കിയപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കിനും ലൈറ്റ്സ് അപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. കൊള്ളാം. ഇത് കണ്ടില്ലേ, മിക്കി മൗസിന്റെ ഫോട്ടോ വെച്ചിട്ട് താങ്ക് യു ഫോർ വിസിറ്റിംഗ് എഴുതിയിരിക്കുന്നുണ്ടോ? മിക്കി മൗസിനോട് ബൈ പറ ഋഷി. ബൈ ബൈ. മിക്കി മൗസ് ആണ് എല്ലാം. വർഷങ്ങളായിട്ട്, എത്ര ആളുകളായിട്ട്, എത്ര നമ്മുടെയൊക്കെ ചെറുപ്പം പോലെ, എൻ്റെയൊക്കെ ചെറുപ്പം പോലെ ഞാൻ കാണുന്നതാണ്. എത്ര വർഷമായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ മിക്കി മൗസ് എന്ന് പറയുന്നത്. അമ്പോ, മിക്കി മൗസിനെ വെച്ചിട്ട് ഇവരൊക്കെ എത്ര പൈസ ഉണ്ടാക്കി കാണും. ഇപ്പോഴും എത്ര പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഗൈസ് മിക്കി മൗസ്. അപ്പോൾ താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദ ഡിസ്നി ലാൻഡ് ഇൻ ഹോങ്കോങ്. അടിപൊളിയായിരുന്നു. നമുക്ക് പാരീസിൽ പോകുമ്പോൾ പോകണം, ടോക്കിയോ പോകുമ്പോൾ പോകണം, ഷാങ്ഹായി പോകുമ്പോൾ പോകണം, USA പോകുമ്പോൾ പോകണം. അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. കാശ് ആണ് പ്രൈസ്, നല്ല എക്സ്പെൻസീവ് ആണ്. ആഗ്രഹമുള്ള എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ട് 37 വർഷം കാത്തിരുന്നിട്ട് ഡിസ്നി ലാൻഡിൽ വരാൻ സാധിച്ചത്. വന്നതിൽ സന്തോഷം. എന്തായാലും ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്കുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്നുള്ള ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് മെട്രോ സ്റ്റേഷനാണ്. ഈസി ടു കം ആൻഡ് ഗോ. ഒരു $20 നമുക്ക് വൺ സൈഡ് ട്രാവൽ ചെയ്യാം. ഞങ്ങളിപ്പോൾ തിരിച്ച് മെട്രോയിൽ കയറി പോകാൻ വയ്യ, ടയേർഡാണ്. ടാക്സിയിൽ പോകാൻ പോകുന്നത്. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ ബൈ.